ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിച്ചോ ഇല്ലേ, അതിലെന്തെങ്കിലും തട്ടിപ്പുകൾ നടന്നോ എന്നുള്ളതാണെങ്കിൽ അത് ഒരു കമ്പനി കാര്യ തട്ടിപ്പ് അന്വേഷിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ നിലപാട് എന്താണ്? ഇതിൽ അഴിമതിയാണോ നടന്നത്, അതല്ല ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ഫ്രോഡുലൻസ് ആണ്? അജിംസേ, ഓരോ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തേക്ക് വരുമ്പോൾ അഴിമതിയും കമ്പനികൾ നടത്തിയ തട്ടിപ്പുമാകെ കേരളത്തിലാകെ മലീനസമാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ തട്ടിപ്പും അഴിമതിയുമൊക്കെ പുറത്തേക്ക് വരികയാണ്. സാധാരണഗതിയിൽ ചില മന്ത്രിമാരും എം എൽ എമാരും ഒക്കെയാണ് ഇടപെട്ടിരുന്നതെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി സ്വന്തം മകളെ മുന്നിൽ നിർത്തി ഒരു കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് വലിയ കറപ്ഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിധി തന്നെ വന്നല്ലോ. എൻ്റെ CPM നേതാക്കന്മാർ ഇന്ന് വീണ വിജയനെ ന്യായീകരിച്ചുകൊണ്ട് വന്നൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പി രാജീവിനോട് ഉൾപ്പെടെ ചോദിച്ചിട്ട് പി രാജീവ് ഒന്നും അറിഞ്ഞ മട്ടില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു അഴിമതി നടക്കുമ്പോൾ കോടതിയിൽ പോകുമ്പോൾ CPMകാർ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിവിടെ ആരെയും ഭയമില്ല, ഞങ്ങളുടെ മടിയിൽ ഭയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഭയക്കുന്നില്ല, ഞങ്ങൾ ഏത് അന്വേഷണത്തെയും നേരിടുമെന്ന് പറയാനുള്ള ധൈര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ഒരുത്തനും ഇതുവരെ ഇല്ല. അതുകൊണ്ടാണ് വീണയുടെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എന്തുകൊണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് SFIയിലേക്ക് അന്വേഷണം നീങ്ങി? കാരണം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ചില അന്വേഷണ പരിമിതികളുണ്ട്, പക്ഷേ SFIക്ക് കൂടുതൽ അധികാരങ്ങളുണ്ട്. ഇൻകം ടാക്സിൽ നടക്കം മറ്റ് പലതരത്തിലുള്ള രേഖകൾ ശേഖരിക്കാനുണ്ട്. അപ്പോൾ KSIDCയിൽ വന്നപ്പോൾ എന്ത് പറ്റി? KSIDC സർക്കാർ സംവിധാനം നേരെ പോയല്ലോ വൈദ്യുതിനാഥിനുമായി. എന്തിന്? അന്വേഷണം നടത്തേണ്ട, ഇത് അനുചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുകയാണ്. അപ്പോൾ CPMന് അറിയാം ഇത് കൃത്യമായ അന്വേഷണം നടന്നാൽ ആരിലേക്ക് എത്തും, ആരൊക്കെ ഇതിൽ പ്രതികളാക്കും. അപ്പോൾ എന്നിട്ടിപ്പോൾ CPM എന്തേ കൃത്യമായ ഒരു പ്രതികരണം പോലും നടത്താൻ തയ്യാറാവില്ല. പ്രകാശൻ മാഷ് എന്താണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്കാണ് നയിക്കുന്നത്. ധാർമ്മികമായി മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അഴിമതിയുടെ അന്വേഷണത്തെ കൃത്യമായി നേരിടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിനേറ്റ തിരിച്ചടിയാണ് ഇന്ന് വന്നത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കേരളത്തിലെ ഉന്നതരായ നിയമ ഉദ്യോഗസ്ഥർ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നു. അത് എന്തിനാണ് എന്ന് വ്യക്തമാക്കാൻ CPMന് ബാധ്യതയുണ്ട്. വീണ വിജയൻ മാത്രമാണ് കക്ഷിയെങ്കിൽ എന്തിന് കേരളത്തിലെ നിയമവിദഗ്ധർ ബാംഗ്ലൂരിലെത്തിയെന്ന് കേരളത്തിലെ CPMും മുഖ്യമന്ത്രിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് മുഖ്യമന്ത്രിയുടെയും CPM നേതാക്കന്മാരുടെയൊക്കെ അറിവോടെ കൂടി നടക്കുന്ന കേരളത്തിൽ നടത്തിയ വലിയ തട്ടിപ്പാണ്. ഇപ്പോൾ കരിമണൽ ഖനനവുമായി ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായ മാസപ്പടിയും അതുമായി ബന്ധപ്പെട്ട വലിയ അഴിമതിയും മുഖ്യമന്ത്രിയിലേക്ക് നീളുന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഈ അഴിമതിക്കാരെല്ലാം ഒന്നൊന്നായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ശരി.